അതെ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നെ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? നീ കുറെ നാളായാലും ആലപ്പുഴത്തെ പറ്റി ചോദിക്കുന്നു. എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലും ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ஐயோ, இப்படி சிரிக்காத மேக்னா. நீ மறந்திருப்பேன்னு நினைச்சேன். ரியலி நீ மறுபடியும் வந்து நிப்பேன்னு நினைக்கவே இல்லை. என்ன வேணும்? അയ്യേ, ഇവനാണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവനെന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഇയാളോട് ഇറങ്ങി പോകാൻ പറ. കൂന്തൽ തലമുടി കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എണ്ണ ഞാൻ തേക്കില്ല. നല്ല കാച്ചെണ്ണ തേക്കണത്. തന്നോടൊന്ന് ചിരിക്കു പോലും ചെയ്യാത്ത എന്നോട് തനിക്ക് എങ്ങനെയാണോ ഇത്ര ഇന്റൻസ് ആയിട്ട് പ്രേമിക്കാൻ പറ്റുന്നത്? ആരോരോ മൈൻഡ് ആയിട്ടുള്ള ചിരിച്ചിട്ടില്ലെന്ന്. ജൂൺ നോക്കിയ ഓരോ നോട്ടവും ജൂൺ ചിരിച്ച ഓരോ ചിരിയും ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ചിരിയോ? ആ ചിരി. உலகத்திலேயே விஜய்க்கு ரொம்ப பிடிச்சது அவனோட அம்மா மட்டும்தான். எனக்கு பிடிச்சவருக்கு ரொம்ப பிடிச்சது எனக்கும் ரொம்ப பிடிச்சதா தானே இருக்க முடியுமா? എന്റെ ഇൻറ്റ്യൂഷൻ സെറ്റ് ആറില്ല. അതുകൊണ്ട് എങ്ങാനും നീ പെട്ടെന്ന് പോലും ചാടിക്കയറി പ്രപ്പോസ് ചെയ്താ ഒരു യെസ് പറയാൻ ഞാൻ റെഡിയായിരുന്നു. ആണോ? പാപ്പ, ഞാൻ വലിയൊരു കള്ളത്തിൽ കാണിച്ചു. അക്കൗണ്ടൻസിക്ക് എനിക്ക് ശരിക്കും 9 മാർക്കുകളായിരുന്നു. പക്ഷെ അതിന് മുന്നേ രണ്ടും കൂടെ കൂട്ടിയിട്ട് 29 മാർക്ക് കാണിച്ചിട്ട് ഞാൻ പപ്പയുടെ സൈൻ മേടിച്ചു. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. உங்களை பார்த்த உடனே ஓகே சொல்லிட்டேன்னு யோசிச்சிங்களா? உங்களை பார்த்த அந்த ஒரு நிமிஷத்துல எனக்கு என்ன தோணுச்சோ അതേதான் 100 വർഷം കഴിച്ചോ തോന്നുന്നു ഞാൻ നമ്മിനെ. അതാ ടക്കൻ മീൻ കുട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ, അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഗിരിയേട്ടന്റെ അമ്മ ആശുപത്രി കിടക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ എന്റെ മനസ്സിലല്ല ഡ്യൂട്ടി. ഈ ആമ്പിള്ളാരുടെ വീക്ക്നെസ് അമ്മമാരാണല്ലോ. ഗിരിയേട്ടനെ ക്ലീൻ ബൗൾ ചെയ്യാനുള്ള എന്റെ ഗൂഗിളെ ബെഡി കിടക്കണേ. നീ എന്തോടാ പറഞ്ഞത് അവളോട്? അച്ഛനോട്? ജോർജാണ് ഏറ്റവും വലിയ മണ്ടനല്ലേ? കള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു വട്ടം പറമ്പിലുണ്ടായിരുന്നു. ആ പറമ്പിലുണ്ടായിരുന്നു. ഇവിടെ നിനക്കാടെ ഏറ്റവും ബുദ്ധിയുള്ള അവള് മണ്ടി. ഞാൻ അവളെ പറ്റിക്കാൻ പറഞ്ഞാ. ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പറ്റിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്. ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, പറഞ്ഞു. എന്താ പറഞ്ഞേ? മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായി ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴല്ലോ? എനിക്ക് ശ്വാസം വിട്ട ഗോവിന്ദ്, പേടിക്കാതെ ശ്വാസം വിട്ട എനിക്ക്. അതിന് ഞാനാണോ തടസ്സം? അതെ, നീയാണ് തടസ്സം. സ്വന്തം തന്ത പറഞ്ഞ അനുസരിക്കാത്ത ആളാ ഞാൻ. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 19 കൊല്ലായി. എന്നാ ഞാൻ അങ്ങട് എങ്ങടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. സ്കൂളിൽ പോടാ. അച്ഛാ എന്നാ പண்றீங்க? படிச்சு முடிச்சிட்டு கல்யாணத்துக்கு வெயிட் பண்ணிட்டு இருக்கேன். என்ன கட்டிக்கிறீங்களா? ஐயே, உங்களுக்கு சிரிக்கவே வரல. உங்களை கட்டிட்டு நான் என்ன பண்றது? താൻ ആ ബാത്റൂമിന്റെ പരിസ്ഥിതിയിൽ അഭിനയിക്കുന്ന അബ്ബാസിന്റെ അളിയനല്ലേ? അതെ. അയാളെന്ത് മനുഷ്യനാണോ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ചെല്ലുക, അവിടെയുള്ള പെണ്ണുങ്ങളെ ബാത്റൂമിന്റെ പേരും പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുക, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് 99.9% കീടങ്ങളെയും കൊന്നിട്ട് ഒരു കീടത്തിന് ബാക്കി വെച്ചേക്കും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കാൻ. വല്ലാത്ത ജാതി. இந்த எக்ஸஸ் அழகு எங்க போகுதுன்னு தெரிஞ்சுக்கலாமா? ஃப்ரெண்டோட வளகாப்புக்கு. எதுல போகுது? ஆட்டோல தான். அத்தானோட இத்தான் பெரிய வண்டி காத்து வாங்கிட்டு போகுது. நீங்க ஆட்டோல போறேன்னு சொல்றீங்களே? இல்லப்பா, கவர்மெண்ட் வெஹிக்கிள். ഗവൺമെന്റിനാ என்ன? ഞാൻ ഇന്ന് വരെ ഈ ലവ് എന്ന സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഐ സ്റ്റാർട്ട് ബിലീവിംഗ് ഇൻ ഇറ്റ്. എന്റെ ഈശോയെ, അവനോ? അവനെ ഇനി ഞാൻ ചേട്ടാന്ന് വിളിക്കേണ്ടി വരുമോ? എന്താ വിളിച്ച? കഴിഞ്ഞ ആഴ്ച ഞാൻ അവനെ പോടെ പട്ടിന്ന് വിളിച്ചതാ. എന്നാത്തിന്? അവന് എന്നെ കാണുമ്പോ ഒരഴക്കം. നിന്നെ കാണുമ്പോഴോ? എന്താ, എന്നെ കണ്ട് ഇളകിക്കൂടെ? ഭയങ്കര ഫാൻസാ. ഞാൻ പറയാഞ്ഞിട്ടല്ലേ. എന്താ പറഞ്ഞേ?
എന്റെ കൂട്ടുകൂടി മോശമുണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ. നാളെ മൂല്യം നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതലേ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. അല്ല വേണമെങ്കിൽ ഒന്ന് തന്നെ നന്നാവും. നടക്കുന്ന വഴി കൂടെ വണ്ടി ഉരുട്ടി കളിക്കുന്നത് വായി നോക്കി. കണ്ണു കണ്ടുകൂടാ തനിക്ക്? ഇത് പബ്ലിക് പ്ലേസാ. തറ നോക്കി നടക്കണം. പൊട്ടക്കണ്ണൻ. എന്താ എന്താ വിളിച്ചേ? പൊട്ടക്കണ്ണൻ. ഒന്നുകൂടി വിളിക്കടി. പൊട്ടക്കണ്ണൻ. ഇനി വിളിക്കടി. പൊട്ടക്കണ്ണൻ. ആടുതോമയില്ലകത്ത് നിന്റെ മടിയിലിട്ട് പേരിട്ടേ ചൂടാകാതെ കുഞ്ഞാമതേ. നമസ്കാരമുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. വാഗമൺ മേരി, കുട്ടിക്കാരൻ കൊച്ചമണി, ഏയ് മുണ്ടക്കായ മത്സര. ഒത്തിരി പേരുണ്ടല്ലോ. ഞാനേ തുളസി. തുളസിയല്ല തുളസി. ദേഷ്യപ്പെടുമ്പം എന്നെ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണോ? എന്താടി നോക്കുന്നേ? നിന്നോടല്ലേ നോക്കരുതെന്ന് പറഞ്ഞേ? ശരിയാണല്ലോ. ബിബീഷ്, എന്തെങ്കിലും വാലുണ്ടോ? പി ബിബീഷ് പി. ഇതിലും ബെറ്റർ ഫ്രോഡ്ന്ന്. നികിതനെ വീട്ടിൽ വിളിക്കുന്നത് നിക്കിന്നല്ലേ? അതെ. അതിനൊരു വള്ളി മാറ്റല്ലേ? അത് നക്കിന്നാ. നിന്നെ ഒരുത്തം കെട്ടിയെടുക്കാൻ വന്നിട്ട് എന്തായി? കച്ചവടം ഉറപ്പിച്ചാ? എവിടെ? വന്നു, കണ്ടു, 5 മിനിറ്റ് ഞങ്ങൾ സ്വകാര്യമായി സംസാരിക്കുന്നു. അവര് വന്ന സ്പീഡിൽ സ്ഥലം വിടുന്നു. അതെന്ത് വിദ്യ? 5 മിനിറ്റിനുള്ളിൽ വാതിൽ കുറ്റിയിട്ടിട്ട് ചോദിച്ചു, തനിക്ക് എന്നെ